ഇപ്പൊ ഈ കളരി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരട്ടാനാണ്. ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങിപ്പോകുന്നാണ് ഈ മണൂക്കം പട്ടര വിചാരിച്ചിരിക്കുന്നത്. എടാ, അവന് ചൂണ്ടുപറമ്പൊക്കെ അറിയാവുന്ന പറയുന്നത്. അവനാ വിരലെടുത്തൊന്ന് നീട്ടിയാലേ നമ്മൾ സ്റ്റാച്ചു ആയി പോവും. അങ്ങനെ മർമ്മമൊന്നും ഇല്ലടാ, അതൊക്കെ വെറുതെ പറയുന്നതാ. അവന്റെ ആരോഗ്യം കണ്ടില്ലേ? നമ്മൾ ശരിക്കും ഒന്ന് തുമ്മിയ ആ കർക്കിടക്കുരി താഴെ വീഴും. കഴിയുന്നതും അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട. ഈ കളരിയും മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അതല്ല സംശയം. ആ കളരിക്ക് സ്വാമിയുടെ പെമ്മക്കളുമായിട്ട് വല്ല ലൈൻ ഉണ്ടോന്നാ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പെമ്പിള്ളേരല്ലടാ. തച്ചോളിയോദയം നിന്നും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞാല് ഏത് പെണ്ണും വീണു പോവും. ഏതായാലും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എത്രയും വേഗം അവൻ അവിടെ നിന്ന് പുറത്തു ചാടിക്കണം. അവനെ പുറത്ത് കാണിക്കാൻ ഒരു വഴി എന്താ? നമുക്കൊരു കരാട്ടെ ക്ലാസ് ചേരാം. പോടാ അവിടെ. അതല്ലാതെ വേറെ മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പഴഞ്ചൻ കട്ടില് ഹൈറ്റുമില്ല. സ്വാമിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതാ ഈ കട്ടില്. കുഴപ്പമില്ല. താനെന്ത് വൃത്തിയിലാണ് കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി. ഓഹോ, ഉറങ്ങുന്നത് എന്റെ ലാ ബുക്സിന്റെ പുറത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടാണോ? അതെ, കട്ടിലിന് തീരെ ഉയരം കുറവ്, അതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇപ്പൊ കറക്റ്റായി. 4 പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ ഭാഗ്യായി. താനെന്താ കളിക്കണോ? ഒരൊറ്റ അടി വെച്ചെന്നുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ എന്റെ ബുക്കേ തൊട്ട് കളിച്ചാണ്ടല്ലോ. താൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത്? പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ? നല്ല വെയിറ്റാ. വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താ നല്ല വില കിട്ടും. ആ വില ഞാൻ തന്നാ പോരെ? നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇവിടെ കറ്റി കടത്തി ആ പരട്ട പട്ടറ ഞാൻ ഒന്ന് കാണട്ടെ. പത്രമൊക്കെ പിന്നെ വായിക്കാം. ഇനി വന്നേ. എന്താ കാര്യം? ഇനി വന്ന കാര്യം പറയട്ടെ സ്വാമി. എനിക്കിപ്പോൾ സമയമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്വാമി, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. താനൊരു മാന്യനായിരുന്നെങ്കിൽ എന്റെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നില്ലല്ലോ. നിയമം ഒന്നും സ്വാമി എന്നെ പഠിപ്പിക്കണ്ട. ആ കളരിക്കാരനെ കണ്ടിട്ട് സ്വാമി കിടന്ന ആളായിരുന്നു. സാറേ, ഒന്ന് പതുക്കെ പറ. ആ ഗുരുക്കളെങ്ങനെ കേട്ടാ പിന്നെ പ്രശ്നമാവും. കേൾക്കട്ടെ, കാശ് കൊടുത്താൽ ഞങ്ങൾക്കും ആളെ കിട്ടും. മാർക്കറ്റിലെ റൗഡികളെ കൊണ്ടുവന്ന് കളരിക്കിട്ട് 2 കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആക്രിക്കട പോലെ എടുക്കത്തില്ല. പേടിപ്പിക്കുന്ന സ്വാമി, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനിവിടെ കഴിയുന്നു? ഇറങ്ങി പോണം. മറ്റുള്ള പുഴയിലെ കുളി പോയല്ല, പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പൊ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ടെങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യമില്ല. ചില്ലറക്കാരനെയാണോ ആ പുണ്യമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര ഒഴിവ്? മെയ്വഴക്കമാണെങ്കിൽ പറയേം വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും വിലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി ഇത് പോയാൽ കഴിഞ്ഞു. അയ്യോ, എന്റെ കണ്ണിയറ്റ്. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം ഗുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അതിലാ പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? ചെയ്യാം. സൂര്യ നമസ്കാരാവാം അല്ലേ? റെഡി, നോക്കിക്കോ. സ്വാമി
മാഷെ മാഷെ എന്ത് പറ്റി മാഷെ? അതെ ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞ. അത് ശരി. എന്നാൽ ശയന പ്രദക്ഷിണാവാം. കിടന്നോളൂ കിടന്നോളൂ. അല്ല അനുഗ്രഹമൊക്കെ ഉണ്ട്. മതി 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 കിടന്നോളൂ. ഭഗവാനെ അയ്യപ്പ ശരണം. മലർന്ന് മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ വലത്തോട്ട്. സ്പീഡില് സ്പീഡില് സ്പീഡില്. എന്നിട്ട് എത്രയാ വച്ചിരിക്കുന്നത്? കൂടുതലാണെങ്കിൽ എടുത്തോളാം. ഏതായാലും സാവിത്രിക്കുട്ടി വിളമ്പിയതല്ലേ, കഴിച്ചോളാം. ചട്നി ഒഴിക്കൂ. മതി. മാമിയില്ലേ? ഉണ്ട്. കടയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. തച്ചോളി ഒതേനൻ അനന്തുവിന്റെ ആരാ? അത് എന്റെ ഒരു വല്യമ്മാവനായിട്ട് വരും. അതായത് എന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകൻ. അല്ല, മുത്തശ്ശിയുടെ ചേച്ചിയുടെ അമ്മയുടെ മകൻ. പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും തോക്കും കത്തിയും വടിയും ഒക്കെ വീട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാ ഞാൻ കളരി പഠിച്ചത്. ഒതേൻ അമ്മാവനെ അനന്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, അടുത്ത കാലത്ത് ടി വിയിലുണ്ടായിരുന്നല്ലോ. ടി വിയിലോ? അമ്മാവനെ കുറിച്ചുള്ള സിനിമ തച്ചോളി ഒതേനൻ സത്യനൊക്കെ അഭിനയിച്ച അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ടുള്ള കണ്ടില്ലേ? അതാണോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ഞങ്ങളുടെ തറവാട്ടില് എനിക്ക് മാത്രമേ ഒതേൻ അമ്മാവന്റെ മുഖം കിട്ടിയിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. അനന്ത് വന്നത് നന്നായി. ഇപ്പൊ ഒരു പെമ്പിള്ളേരെ ശല്യമൊന്നും ചെയ്യാറില്ല. ഞാൻ അവന്മാരെ ശരിക്കും വിരട്ടി നിർത്തിയിരിക്കല്ലേ. ഇപ്പോ താമസം മാറ്റാൻ വേറെ വീട് അന്വേഷിക്കുന്നതായിട്ടാണ് അറിവ്. ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കൂ. അയ്യോ വേണ്ട. പതിവില്ലാതെ എനിക്കിന്ന് ഇഡ്ഡലിയുടെ കണക്ക് തെറ്റി. പറ്റേ മാമി. എന്താ? ഞാൻ എന്റെ കൂടെ എടുക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. മുരളീട്ടാ, ഇങ്ങോട്ട് വരുന്ന ആരാ പറഞ്ഞേ? എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മുരളീനെ കണ്ടപ്പോ അവരെ അവിടെ ഇങ്ങനെ എന്ത് പാടുവിട്ടെന്നറിയാമോ? കവലപ്പെടാതമ്മ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇപ്പൊ ഇവിടെ വരെ എന്താ കാര്യം? അവനുണ്ടല്ലോ, ആ തച്ചോളി ഒതേനന്റെ വീട്ടിലെ അലക്കുകാരിയുടെ മോൻ. സ്വാമിക്ക് 2 പെമ്പിള്ളേരുണ്ടെന്ന് വെച്ച് ഞങ്ങൾക്കാർക്കും അനങ്ങാൻ പാടില്ലെന്നാ. ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞു വന്നാ ഒന്നവൻ എന്റെ കൈ മേടിക്കും. അനന്തുവിനോടൊന്നും ചെന്നേറി വഴക്കിന് പോയല്ലേ? ചൂണ്ടുമർമ്മ അറിയാവുന്ന ആളാ. അയാള് വിരല് ചൂണ്ടി മുരളേട്ടനെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ അയാളോട് പോയി പറയേണ്ടി വരും. അവന്റെ ചൂണ്ടുമർമ്മം അവൻ ചൂണ്ടാനെങ്കിൽ വരട്ടെ. അവൻ ചൂണ്ടുന്നതിന് മുമ്പ് അവന്റെ ഞാൻ പോന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ കളി അപകടമാണ്. അപ്പാക്കും മാമിക്കും തിരിഞ്ഞു പോച്ചാ എന്നുയിരേ പോയിടും. സോറി. അപ്പാടെയും മാമിയുടെയും കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് തമിഴ് വന്നു പോയതാണ്. സാവിത്രിക്കുട്ടിക്ക് സംശയം തോന്നാതിരിക്കാൻ മുരളേട്ടൻ അവിടെ നോക്കി നിൽക്കുമ്പോൾ ഒരു 100 വട്ടം വായി നോക്കിയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നും തോന്നരുത്. ഞാൻ കടയിലേക്ക് വരുമ്പോൾ മുരളേട്ടനെ കാണാതിരുന്നാലാണ് എനിക്ക് വിഷമം. മുരളേട്ടനെയൊക്കെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് കടത്തനാട്ടിൽ നിന്ന് കളരിക്കാരനടുത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്.
എനിക്ക് അയാളെ കണ്ടിട്ട് കളരിക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല. അമ്പലത്തിലെ ചെണ്ടക്കാരൻ മഹാരാരെ പോലെ ഇരിക്കുന്നു. അയാളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സാവിത്രി കുട്ടി അറിയിക്കാനുണ്ടായിരുന്നു. അത് കേട്ട് കുട്ടി ഞെട്ടുകയില്ല എന്നെനിക്ക് വാക്ക് തരണം. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാനത് പറയൂ. സമ്മതിച്ചു, പറഞ്ഞോളൂ. അത് ഈ ശക്തിയുള്ളവർക്ക് അധികം ബുദ്ധി ഉണ്ടാവില്ലെന്നുള്ളത് പഴഞ്ചൻ പ്രമാണമാണ്. ഇതാണ് കാര്യം. ഇതിലെന്താ ഞെട്ടാനുള്ളത്? അയ്യോ, അതെ അതെ, ഞെട്ടാനുള്ള കാര്യമായില്ല. ഞാൻ പറഞ്ഞത് ആമുഖം മാത്രമാണ്. അതെ, എന്റെ ബദ്ധശത്രുവിനെ എന്റെ സഹോദരനായി സ്വീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് എനിക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുഴുവൻ കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടില്ല. എന്നാലും മനസ്സിലായിടത്തോളം വെച്ച് നോക്കുമ്പോ ഉന്നക്ക ഗായത്രിയും അന്ത അയോഗ്യ റാസ്കൽ മുരളിയും തമ്മിൽ കാതൽ, പ്രേമം. അനന്തു, അനാവശ്യം പറയരുത്. അയാളെ കാണുന്നത് പോലും അക്കായ്ക്ക് വലിയ ദേഷ്യമാ. അതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി. കാസറ്റ് ഉൾപ്പെടെയുള്ള പല തെളിവുകളും എന്റെ കൈവശമുണ്ട്. എല്ലാ വിവരങ്ങളും ഞാൻ ഇന്ന് തന്നെ സ്വാമിയോട് പറയും. അതോടെ അവന്റെ പ്രേമം ഡിം. അയ്യോ, അപ്പാക്കിട്ട് പറഞ്ഞ പിന്നെ നമുക്കത് പ്രശ്നമാകും. എന്ന് പറഞ്ഞാലൊന്നും ഒരു നിത്യ ബ്രഹ്മചാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നീലി ഭൃങ്ങാതിയാണ് ഏറ്റവും ഉത്തമം. പിന്നെ നല്ല കയ്യോന്നിയിട്ട് കാച്ചിക്കുറിക്ക് എണ്ണയും കൊള്ളാം. ഏതായാലും 2 നേരമുള്ള ഈ കുളി കുട്ടി വർജിക്കണം. പൊക്കോളൂ, പൊക്കോളൂ. അന്തിപ്പിച്ചയ്ക്ക് വന്നവൻ അമ്മയ്ക്ക് നാരായെന്ന് പറഞ്ഞ കൂട്ടത്തിലായാലോ കാര്യങ്ങളൊക്കെ. എന്താ മാഷിന്റെ വീട്ടിൽ അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊമ്പനാനയെ കോണാനൊടുപ്പിക്കരുത്. കൊമ്പനാനെന്നല്ല, കഴിയുമെങ്കിൽ ഒരാനയും കോണാനൊടിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കളരി അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റഭ്യാസങ്ങളൊന്നും വേണ്ട. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തിട്ട് കിട്ടുന്ന കാശും പോക്കറ്റിൽ വേഗം സ്ഥലം വിട്. അയ്യോ, മാഷ് പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ. അല്പം വ്യായാമത്തിന്റെ കുറവുണ്ട്. ഭക്ഷണത്തിൽ നെല്ലിക്കയുടെ അംശം കൂട്ടണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. കളരി ഈയിടെയായിട്ട് ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. എന്റെ ബലമായ സംശയം ആ പട്ടറുടെ 2 മക്കളിൽ ഒരെണ്ണം അവന്റെ വല വീണിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര എളുപ്പത്തിലൊന്നും ആ പെൺകുട്ടികൾ വല വീഴില്ല. നിനക്കങ്ങനെ അറിയാം? എനിക്കറിയാം. എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. നമുക്ക് അവനെ വാച്ച് ചെയ്യാം. വേറെ ജോലിയില്ലേ നിനക്ക്? ഇങ്ങോട്ട് എഴുന്നിട്ടുണ്ട്. ഇവനെന്ത് പോണോ? എഴുന്നേ. മാറ്റി